സോമേഷേ, ഈ മെസ്സി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കായിരിക്കും കേരളത്തിൽ, അതോ നെയ്മർക്കായിരിക്കും, അതോ എംബാപ്പയ്ക്കായിരിക്കും? മെസ്സി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കായിരിക്കും. അല്ലേ? അപ്പൊ നേരത്തെ ഒരു പ്രശ്നം പറയുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോയും കൂടി ഒന്ന് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഗോവയിൽ വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ കേട്ടു. വരുമോ? സാധ്യത കുറവാണ്. കളിക്കേണ്ട 25% മത്സരങ്ങൾ കളിക്കേണ്ടതില്ല എന്നുള്ളതാണ് ആ കോൺട്രാക്റ്റിൽ ഉള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് കളിക്കുക, ഗോവയിൽ വന്ന് കളിക്കുക, ആ ഒരു മത്സരത്തിനായി അത്ര ഗംഭീര ഒരു സ്റ്റേഡിയം ഒന്നും ഒരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയില്ല. നമുക്കിപ്പോൾ ഏതായാലും അർജന്റീന വരുമ്പോൾ ആ രീതിയിലുള്ള ഫെസിലിറ്റീസ് നമുക്ക് കൊടുക്കണം. പക്ഷേ FC ഗോവ, അൽ നസർ വരുമ്പോൾ ആ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതില്ല. അതൊരു കോമ്പറ്റീറ്റീവ് മത്സരമാണല്ലോ. അതെ അതെ. മാത്രമല്ല എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ സോമേഷ്, ഇപ്പം ഈ ഏറ്റവും കൂടുതൽ ലോകത്ത് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന താരം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ മെസ്സി ആയിരിക്കില്ലേ? മെസ്സി ആയിരിക്കും അല്ലേ? നെയ്മറെ ഫൗൾ ചെയ്തിട്ടുണ്ടോ? പക്ഷേ അതായത് ഏത് കളിക്കാർ, ഏത് ടീമും ആദ്യം മെസ്സിയുടെ മൂവ്മെന്റിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതായിരിക്കില്ലേ ആദ്യത്തെ സ്ട്രാറ്റജി. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിരുന്നു ഹൊസെ മൗറിഞ്ഞിന്റെ, മുൻ റയൽ മാഡ്രിഡ് ഒപ്പം പോർച്ചുഗൽ ഒക്കെ കോച്ചായിരുന്നു. ഹൊസെ മൗറിഞ്ഞ് പറഞ്ഞത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത കളിക്കാരനായിരുന്നു ചോദിച്ചപ്പോൾ ലയണൽ മെസ്സി എന്ന ഉത്തരം പറഞ്ഞു. ഇന്നലെ മിനിഞ്ഞാന്ന് പുറത്തിറങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ടീമിൽ കളിക്കാത്തൊരു പ്ലെയർ? എങ്ങനെയാണ്? മെസ്സിക്കെതിരെ കളിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നത്. മെസ്സിക്കെതിരെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലെയർ ലയണൽ മെസ്സിയാണ്. അതെ, നിങ്ങൾ എതിർ ടീമിൽ കളിക്കുമ്പോൾ പോലും നിങ്ങളുടെ കളിയെ മെച്ചപ്പെടുത്തുന്ന ഒരു താരം എന്നുള്ളത് അത് ഒരുപക്ഷെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ. സച്ചിനെ കുറിച്ച് പറയാറുണ്ട്, ഷെയ്ൻ വോണിനെ വളർത്തിയെടുത്തത് സച്ചിനാന്ന് പറയാറുണ്ട്. ഷെയ്ൻ വോൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം സച്ചിനെ എറിയാൻ വേണ്ടിയിട്ടാണ് ഷെയ്ൻ വോൺ പലപ്പോഴും ഷെയ്ൻ വോൺ ഒരിക്കലും സാധിക്കാത്തതും സച്ചിനെ കീഴടക്കുക എന്നുള്ളതാണ്. കാര്യം ഷെയ്ൻ വോണിന്റെ എല്ലാ മിക്കവാറും പന്തുകളും ഗാലറിയിൽ എത്തിച്ചിട്ടുണ്ട് സച്ചിൻ എന്നുള്ളത്. ഷെയ്ൻ വോണിന്റെ കാര്യത്തിൽ പറയണം, ഷെയ്ൻ വോൺ പറഞ്ഞത് എന്റെ ഏറ്റവും വലിയ ദുസ്വപ്നം സച്ചിൻ എന്നായിരുന്നു. അന്ന് അക്കാലത്ത് 98 സീരീസിന് ശേഷം ഒരു കാർട്ടൂൺ പ്രചരിച്ചിരുന്നു. അതെന്താണെന്നറിയാമോ? ചെന്നൈയിൽ നിന്നും ഷെയ്ൻ വോണിനെ അടിച്ച് ഓസ്ട്രേലിയയിലേക്ക് ഇടുന്നതായിട്ടൊരു കാർട്ടൂൺ പ്രചരിച്ചു. അത് ഷെയർ ചെയ്തുകൊണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എന്റെ ഏറ്റവും വലിയ ദുസ്വപ്നം. അങ്ങനെയാണ് എതിരാളികളുടെ നിന്ന് പഠിക്കുക, എതിരാളികളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച് സ്വയം നന്നായ മനുഷ്യർ ഒരുപാട് പേരുണ്ടാവും. അപ്പം കേരളത്തിൽ നിങ്ങൾ റൊണാൾഡോയുടെ ഫാൻ ആണെങ്കിലും, മെസ്സിയുടെ ഫാൻ ആണെങ്കിലും, നിങ്ങൾ നെയ്മറുടെ ഫാൻ ആണെങ്കിലും, എംബാപ്പയുടെ ഫാൻ ആണെങ്കിലും, പ്രിയ പ്രേക്ഷകരെ, മെസ്സി ഈസ് മെസ്സി.